ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞാണേ നമ്മളിപ്പോൾ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ഇഞ്ചിക്കറി അല്ല. നമുക്ക് ലേശം മധുര സ്വീറ്റ് ഫ്ലേവറായിട്ടുള്ള ഇഞ്ചി നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കിഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി തേങ്ങാക്കൊത്ത് അരിഞ്ഞ് റെഡിയാക്കി, അതിൻ്റെ കൂടെ പച്ചമുളക് അടുത്ത് അരിഞ്ഞ് കുറച്ച് ആവശ്യത്തിന് അതും അരിഞ്ഞ് വെച്ചു. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചിരണ്ടിയിട്ട് നമ്മുടെ ഉപ്പേരിക്ക് വറക്കത്തില്ലേ, ആ പാകത്തിനാണ് നമ്മൾ കട്ട് ചെയ്ത് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. കണ്ടല്ലോ, ഇഞ്ചി ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് മൂത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഒരു ബ്രൗൺ കളറായി മൂത്ത് വരണം. കണ്ടല്ലോ, ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട തേങ്ങ കൊത്തിയതും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു പ്ലേറ്റിലെടുത്ത് ഇങ്ങനെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. 4 ഇനി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിന് മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ട പുളിവെള്ളം. കണ്ട, വാളംപുളി വെള്ളം നമ്മളിവിടെ റെഡിയാക്കി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, നന്നായി മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് കോരി മാറ്റണം. നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റിയെടുക്കുക. അത് ഫുള്ള് കോരി മാറ്റണം നമ്മൾ. ഇനി അപ്പോൾ നമ്മൾ അതിലേക്ക് കടുകിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് ലേശം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ചെറിയൊരു സ്പൂൺ ഉലുവ അതും ഇട്ട് പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്ത് നമ്മൾ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് അത് നമ്മുടെ ഉണ്ടാക്കുന്നൊരു ക്വാണ്ടിറ്റി അനുസരിച്ച് കേട്ടോ തേങ്ങാക്കൊത്ത് ഇടുക. അതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ബ്രൗൺ, അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. അപ്പോൾ തേങ്ങാക്കൊത്ത് അവിടെ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ വറുത്ത് കോരി വെച്ച ഇഞ്ചി നമുക്ക് പൊടിച്ചെടുക്കണം. അതിനൊരു ചെറിയ മിക്സി ജാറിലെടുത്ത് അതൊന്ന് നന്നായിട്ടങ്ങ് പൊടിഞ്ഞങ്ങ് വെറും പൊടി പോലെ ആയാൽ നമുക്ക് ആ തരിതരിപ്പായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് പൊടിച്ചെടുക്കുക. അത് നമ്മൾ പൊടിച്ച് റെഡിയാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, തേങ്ങ കണ്ട ഒരു ബ്രൗൺ കളറിലായി വന്ന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി, അതെനിക്ക് അങ്ങോട്ട് പറയുമ്പോൾ എൻ്റെ അങ്ങ് അതങ്ങോട്ട് നാട്ടിൽ ഉണക്കും. കണ്ടല്ലോ, നല്ല അത്യാവശ്യം ബ്രൗൺ കളറായ തേങ്ങാക്കൊത്തുണ്ട്. വെളുത്തുള്ളി ഈ ഒരു പരുവത്തിലായി വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ, നമ്മളതിലേക്ക് പച്ചമുളക്, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതും അത്യാവശ്യം ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചപ്പൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ബാക്കി പൊടി ഐറ്റംസൊക്കെ ഇനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ പാകത്തിന് കായപ്പൊടി. ഇത് 3 നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് അതും ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച കണ്ട, നമ്മൾ നേരത്തെ പൊടിച്ച ഇഞ്ചി ഈ ഒരു പരുവം കണ്ട പൊടിച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇത് നമ്മളിനി ചേർത്ത് കൊടുക്കണം. ഇപ്പം അതിൻ്റെ ആ ഒരു പാകമായി.
നമ്മുടെ ആ പൊടികൾ മൂന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ അതിൻ്റെ ഇനി നമുക്ക് ആ പൊടി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ആ പച്ചപ്പെല്ലാം മാറി ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചിപ്പൊടി, ഇഞ്ചി പൊടിച്ചത് കേട്ടോ, നമ്മുടെ നാടൻ ഇഞ്ചി കേട്ടോ, നമ്മുടെ വീട്ടിൽ പിടിച്ച നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ പൊടി അങ്ങോട്ട് ഇട്ട് നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മളതിലേക്ക് ഇനി നമ്മുടെ എടുത്തു വെച്ച പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കതുകൊണ്ട് ഇനിയും അടുത്ത ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി മേമ്പടിക്ക് വേണ്ടി നമുക്കിനി കുറച്ച് ശർക്കര അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. നമ്മൾ ഇഞ്ചിയുടെ കാരം എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ശർക്കര ചേർക്കുന്ന ഒരു ഇച്ചിരി പുളി ചേർക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നമുക്ക് ആ ഫ്ലേവർ, ആ സ്വീറ്റ് ഫ്ലേവറും ആ പുളി ടേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂന്നിൻ്റെയും കൂടെ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീറ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി കുറവ് മതിയെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ശർക്കര ഇപ്പം ഇട്ടു നന്നായിട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.